എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോയിഡ് ഇൻവെർട്ടർ AC-യുടെ ഒരു PCB ആണ് നോക്കുന്നത്. ഇതിൽ ഇൻഡോർ ഔട്ട്ഡോർ യൂണിറ്റ് എല്ലാം ഉണ്ട്. ഇൻഡോർ PCB, ഔട്ട്ഡോർ PCB, മോട്ടർ എല്ലാം ഇതിനകത്ത് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും AC വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. കംപ്രസർ ഉൾപ്പെടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബോർഡിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് P0 എറർ ഔട്ട്ഡോർ യൂണിറ്റ് IPM റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു എററാണ് P0 എറർ. അപ്പോൾ ഇത് നമുക്ക് ഓൺ ചെയ്ത ഉടനെ P0 എററിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നേ ഇതിൻ്റെ IPM ഫാൾട്ടി ആയിട്ടുള്ള IPM ആയിരിക്കും ഇരിക്കുന്നത്. രണ്ട്, ഇതിൻ്റെ എറർ റിപ്പോർട്ടിംഗ് കണക്ഷനിൽ, അതായത് IPM-ഉം ഔട്ട്ഡോർ യൂണിറ്റിൽ കൺട്രോൾ ചിപ്പുമായിട്ട് ഉള്ള കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിലും P0 എന്നുള്ള എറർ വരാം. അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്ത് പരിഹരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് പവർ കൊടുത്തിട്ട് P0 എറർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പവർ ഓൺ ചെയ്യണം. ഇവിടെ ഇപ്പോൾ പവർ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓഫിലാണ് കിടക്കുന്നത്. നമുക്കൊന്ന് ഓൺ ചെയ്യാം. ഇത് ഓൺ ആക്കിയിട്ടുണ്ട്. ഓൺ ആക്കിയപ്പോൾ തന്നെ P0 എറർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ P0 എറർ വരുന്നത് നമ്മുടെ IPM നമ്മുടെ മൈക്രോ പ്രോസസ്സറിലോട്ട് ഫോൾട്ടി ആയിട്ടുള്ള മെസ്സേജ് കൊടുക്കുമ്പോഴത്തേക്കാണ് P0 എന്നുള്ള എറർ വരുന്നത്. ഓക്കെ, അതെങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഈ IPM നമ്മുടെ പ്രോസസ്സറിലോട്ട് ഈ IPM ഫോൾട്ടി ആണെന്നുള്ള എറർ മെസ്സേജ് കൊടുക്കുന്നത് ഈ IPM-ൻ്റെ 11ാമത്തെ പിന്ന്. അത് ആ 11ാമത്തെ പിന്നാണ് ഇതിൻ്റെ VF എന്നുള്ള എറർ റിപ്പോർട്ട് ചെയ്യുന്ന പിന്ന്. അപ്പോൾ ആ പിന്നിൽ എത്ര വോൾട്ടേജ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വോൾട്ട് വരണം. 5 വോൾട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സർ ഈ IPM ഫോൾട്ടി ആണെന്ന് കരുതിയിട്ട് മെയിൻ ഇൻഡോർ ബോർഡിലോട്ട് P0 എറർ മെസ്സേജ് പാസ് ചെയ്യും. അപ്പോൾ ആദ്യം നോക്കേണ്ടത് നമുക്ക് ഇവിടെ ഈ 11ാമത്തെ പിന്നിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്നാണ്. അപ്പോൾ എറർ വരുന്ന സമയത്ത് അതിൽ 1 വോൾട്ടിന് താഴോട്ട് സപ്ലൈ വരും. എറർ ഇല്ല എന്നുണ്ടെങ്കിൽ 5 വോൾട്ട് അവിടെ വരും. അപ്പോൾ ആദ്യം ആ ഒരു വോൾട്ടേജാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് പവർ ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ 11ാമത്തെ പിന്നിൽ എത്ര വോൾട്ടേജ് വരണുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലായിട്ടാണ് ഇതിൻ്റെ ബ്ലാക്ക് പ്രോബ് ഗ്രൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പിന്നിൽ എത്ര വോൾട്ടേജ് വരണുണ്ടെന്ന് നോക്കാം. ഇവിടെ കണ്ടോ 1.2 വോൾട്ടേ ഇതിൻ്റെ VF സിഗ്നൽ വരുന്നുള്ളൂ. VF സിഗ്നൽ 1.2 വോൾട്ട് ആകുമ്പോഴത്തേക്കും ഇത് എറർ റിപ്പോർട്ടിംഗ് ആണ്. അപ്പോൾ പ്രോസസ്സറിന് മനസ്സിലാവും ആ ഒരു വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ IPM-ൽ ഫോൾട്ട് ഉണ്ടെന്നാണ്. അപ്പോൾ ഈ ഒരു ഫോൾട്ട് എങ്ങനെ നമുക്ക് റിലീസ് ചെയ്യാം എന്ന് നോക്കാം. IPM-നകത്തുനിന്ന് എന്തെങ്കിലും ഇൻറ്റേർണൽ ഷോർട്ടിങ് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു 11ാമത്തെ പിന്ന് VF പിന്നിൽ ഈ ഒരു വോൾട്ടേജ് വരും. അപ്പോൾ അവിടുത്തെ കണക്ഷൻ നമ്മൾ ബ്രേക്ക് ചെയ്തതിന് ശേഷം അവിടെ എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തതെന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഈ രണ്ടാമത്തെ പിന്നാണ് പ്രോസസ്സറിലോട്ട് എറർ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ഒരു 101 എഴുതിയിട്ടുള്ള ഈ ഒരു റെസിസ്റ്റൻസ് നെറ്റ്വർക്കിലാണ് ഈ ഒരു കണക്ഷൻ ആദ്യം വരുന്നത്. ഇവിടെ നിന്ന് ഈ 100 ഓംസ് റെസിസ്റ്റൻസ് കയറി ഇറങ്ങിയിട്ടാണ് നമ്മൾ പ്രോസസ്സറിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഏരിയയിലുള്ള ഈ കണക്ഷൻ എന്ന് പറയുന്നത്, ഈ സിഗ്നൽ കണക്ഷൻ എന്ന് പറയുന്നത് പുള്ളപ്പ് ചെയ്തിട്ടുള്ളതാണ്. അതായത് 5 വോൾട്ട് പുള്ളപ്പ് ചെയ്തിട്ടുണ്ട്. 5 വോൾട്ട് പുള്ളപ്പ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രോസസ്സർ, അതായത് ഇതിൻ്റെ മൈക്രോ കൺട്രോളർ വർക്ക് ചെയ്യുന്നത് 5 വോൾട്ടിലാണ്. അപ്പോൾ ഈ 5 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത് കൊണ്ടിട്ട് ഈ ഒരു എറർ മെസ്സേജിൻ്റെ കണക്ഷനിൽ ഒരു 5 വോൾട്ട് പുള്ളപ്പ് കൊടുത്തിട്ടുണ്ടാവും. അതായത് ഒരു 10K റെസിസ്റ്റൻസ് ഇട്ട് പുള്ളപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ എന്തെങ്കിലും ഒരു ലീക്കേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ഒരു ലീക്കേജിൻ്റെ അടിസ്ഥാനത്തിൽ ആ വോൾട്ടേജ് വ്യത്യാസപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു റെസിസ്റ്റൻസ് ആദ്യം ഇളക്കുമ്പോഴത്തേക്കും
പ്രോസസ്സറും ഇതുമായിട്ടുള്ള കണക്ഷൻ ഡ്രോപ്പ് ആവും. അതിനുശേഷം ഈ ഒരു ഫസ്റ്റ് അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. മൾട്ടിമീറ്റർ ബീപ്പ് മോഡിലിട്ടിട്ട് അതിൻ്റെ കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഇത് സെക്കൻഡ് ഇവിടുന്ന് രണ്ടാമത്തെ റെസിസ്റ്റൻസിൻ്റെ ഈ ഒരു പോയിന്റിൽ വരും. അപ്പോൾ ആദ്യം ഈ ഒരു റെസിസ്റ്റൻസ് നമ്മൾ ഇവിടെ നിന്ന് ഇളക്കിയതിന് ശേഷം ഇവിടെ കറക്റ്റ് 5 വോൾട്ട് ഈ രണ്ടാമത്തെ ലെഗിൽ ഇവിടെ 5 വോൾട്ട് വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇളക്കി മാറ്റിയ ആ റെസിസ്റ്റൻസിൻ്റെ സൈഡിൽ അതായത് ഈ പ്രോസസ്സറിൽ നിന്ന് ഈ പുള്ളപ്പ് വെച്ച് ഇത് വരുന്ന 5 വോൾട്ട് കറക്റ്റായിട്ട് ഇവിടെ വരുന്നുണ്ടോ എന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമുക്കിത് പവർ ഒന്ന് ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു റെസിസ്റ്റൻസിൻ്റെ ഇവിടെ ഇപ്പോൾ 5 വോൾട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട്. മറു സൈഡിൽ അവിടെ 10 വോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ IPM എന്നുള്ള പുള്ളപ്പ് കറക്റ്റായിട്ട് വരുന്നുണ്ട്. പ്രോസസ്സറിൽ നിന്നുള്ള പുള്ളപ്പ് 5 വോൾട്ടും കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ മാറ്റിയ റെസിസ്റ്റൻസ് ഈ ഒരു നെറ്റ്വർക്ക് റെസിസ്റ്റൻസ് ഈ കണ്ടല്ലേ, ഈ നെറ്റ്വർക്ക് റെസിസ്റ്റൻസ് നമുക്ക് വേറെ ഒരെണ്ണം മാറ്റിയിടാം. അപ്പോൾ വേറെ ഒരെണ്ണം മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു കണക്ടറിൽ ഇവിടെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഇരിപ്പുണ്ട്. ഈ ഒരു നെറ്റ്വർക്ക് റെസിസ്റ്റൻസ് ഇത് 101 തന്നെയാണ്, 100 ഓംസിൻ്റെ. ഈ റെസിസ്റ്റൻസ് ഇളക്കി അവിടെ ഇടുക. ഈ റെസിസ്റ്റൻസ് ചിലപ്പം ഫാൾട്ടി ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇൻറ്റേർണലി ഓംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. കാര്യം മറ്റുള്ള ലെഗുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിന് പകരമായിട്ട് ഈ ഒരു നെറ്റ്വർക്ക് റെസിസ്റ്റൻസ് എടുത്ത് ഇവിടെ ഫിറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് ഈ റെസിസ്റ്റൻസ് അത് കറക്റ്റായിട്ട് പഴയത് കണക്കിന് നല്ല രീതിയിൽ തിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസാണ്, ഈ ഒരു നെറ്റ്വർക്ക് റെസിസ്റ്റൻസാണ് ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നത്. ഞാൻ എന്താണ്ട് ഇവിടെ നിന്നാണ് ഈ റെസിസ്റ്റൻസ് അഴിച്ചെടുത്തത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോട്ട് കണക്റ്റഡ് ആണ്. അതായത് ഈ ഒരു പിന്ന് ഉപയോഗത്തിലില്ല, പക്ഷേ അവിടെ ഈ ഒരു റെസിസ്റ്റൻസ് ഇരിപ്പുണ്ട്. പക്ഷേ അത് ഉപയോഗിക്കാതെ ചുമ്മാ ഇരിക്കുന്നത് കൊണ്ടിട്ടാണ് ഈ ഒരു റെസിസ്റ്റൻസ് ഇളക്കി ഇവിടെ വെച്ചത്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ പിന്നിൽ 5 വോൾട്ട് വരുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യണം. എന്നതിന് ശേഷം നമുക്ക് ഈ കംപ്രസറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ട് കംപ്രസർ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കൂടെ ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ആ 11ാമത്തെ പിന്ന്, അതായത് ഇവിടെ ഈ സെക്കൻഡ് ലാസ്റ്റ് പിന്നാണ് ഇവിടെ നിന്ന് രണ്ടാമത്തെ പിന്ന്. ഈ രണ്ടാമത്തെ പിന്നിൽ 5 വോൾട്ട് വന്നാൽ മാത്രമേ നമ്മുടെ കംപ്രസർ എടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആദ്യം ആ ഒരു വോൾട്ടേജ് അവിടെ പ്രസൻ്റ് ആണോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാം. നേരത്തെ അവിടെ നമുക്ക് 1.2 ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് 5 വോൾട്ട് വരുന്നുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് പവർ കൊടുത്ത് ഓൺ ചെയ്യാം. ഞാൻ പവർ കൊടുത്തിട്ടുണ്ട്, അത് ഓണായിട്ടുണ്ട്. ബോർഡിലുള്ള ലൈറ്റൊക്കെ കത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഈ രണ്ടാമത്തെ പിന്നിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന് നോക്കാം. അവിടെ നമുക്ക് കറക്റ്റ് 4.9 വോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ 4.9 വോൾട്ട് എന്ന് പറയുന്നത് 5 വോൾട്ട് അവിടെ കൃത്യമായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് കംപ്രസർ കൊടുത്തിട്ട്, കംപ്രസർ നേരത്തെ എടുക്കില്ലായിരുന്നു ഈ എറർ ഉള്ളത് കൊണ്ടിട്ട്, ഇനി കംപ്രസർ എടുക്കുന്നുണ്ടോ എന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ കംപ്രസറിൻ്റെ ലൈൻ ഞാൻ കൊടുക്കുകയാണ്. റെസിസ്റ്റൻസ് മാറ്റി വയ്ക്കാം. ഇനി ഇത് ഓഫായിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ ഓൺ ചെയ്തിട്ട് കംപ്രസർ എടുക്കുന്നുണ്ടോ ഇല്ലയോ നോക്കാം. നമ്മുടെ ഇവിടെ നമ്മുടെ കംപ്രസർ ഇരിപ്പുണ്ട്. ഓക്കെ, ഞാൻ പവർ ഓൺ ചെയ്യാണ്. പവർ ഓൺ ആയിട്ടുണ്ട്. 23 വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് കംപ്രസർ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് റിമോട്ടിൽ പവർ ഓഫ് ചെയ്യാം. റിമോട്ടിൽ പവർ ഓഫ് ചെയ്തിട്ട് മെയിൻ പവർ ഓഫ് ചെയ്യാം.
ഓക്കെ, എന്നിട്ട് ഈ കത്തിക്കൊണ്ടിരിക്കുന്ന റെഡ് കളർ LED ഓഫ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ബോർഡിലുള്ള റെഡ് കളർ LED ഓഫായിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ ഓൺ ചെയ്യുക. ഓൺ ചെയ്തതിന് ശേഷം റിമോട്ടിൽ ഒന്നുകൂടെ ഓൺ ചെയ്യുക. ഞാൻ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്ത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിടെ IPM-ൽ ഹീറ്റ് സിങ്ക് ഇല്ലാത്തത് കൊണ്ട് IPM പെട്ടെന്ന് ചൂടായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് കംപ്രസർ എടുക്കുന്നുണ്ട് കറക്റ്റായിട്ട്. ആ 5 വോൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഇതിൻ്റെ കംപ്രസർ എടുക്കില്ലായിരുന്നു. അപ്പോൾ കംപ്രസറും എടുത്തു തുടങ്ങി. ആ എററും മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത്. ഈ ഒരു മോഡലിലുള്ള നേരത്തെയും വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം. പക്ഷേ അതിൻ്റെ വീഡിയോസ് ഒന്നും എനിക്ക് ഇടാൻ പറ്റില്ല. അന്നേരമാണ് എനിക്കിത് മനസ്സിലായത് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന്. ആദ്യത്തെ കേസിൽ ഞാൻ IPM തന്നെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. IPM റീപ്ലേസ് ചെയ്തിട്ടും ഈ ഒരു പ്രശ്നം മാറിയില്ലായിരുന്നു. പിന്നെയാണ് ഈ ഒരു റെസിസ്റ്റൻസ് മാറിയതിന് ശേഷം ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു മൈൻഡ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതും ചെക്ക് ചെയ്ത് ആ ഒരു റെസിസ്റ്റൻസ് മാറ്റിയത്. പക്ഷേ അത് സക്സസ് ആയിരുന്നു. അത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല ആ ഒരു റെസിസ്റ്റൻസിന്. അപ്പോൾ P0 എററിൽ ആദ്യം ഇത് ഇങ്ങനെ ഈ ഒരു ബോർഡിൽ ഈ ഒരു റെസിസ്റ്റൻസ് ചെക്ക് ചെയ്തതിന് ശേഷം പിന്നെയും ഫോൾട്ട് കാണിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ IPM റീപ്ലേസ് ചെയ്യാവുള്ളൂ. അതായത് ചുമ്മാ വെറുതെ നമ്മൾ ആദ്യമേ IPM റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കോസ്റ്റ് കൂടിയ ഒരു IPM ആണ്. ഇച്ചിരി വിലയുണ്ട് ഈ IPM-ന്. അപ്പോൾ അത്രയും നമുക്ക് നഷ്ടം ഉണ്ടാകാത്ത രീതിയിൽ, വലിയൊരു എമൗണ്ട് നഷ്ടം ഉണ്ടാകാത്ത രീതിയിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ IPM മാറാതെ തന്നെ ഈ ഒരു സെറ്റ് കണ്ടീഷൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ കുറച്ച് സുഖമില്ലാതായിപ്പോയി, അതുകൊണ്ടുള്ള സംസാരിക്കുന്നതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ദയവായിട്ട് ക്ഷമിക്കുക. ഞാൻ പറയുന്നത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അത് ചോദിക്കാൻ ഞാൻ അതിന് തീർച്ചയായിട്ടും മറുപടി പറയുന്നതായിരിക്കും, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് P0 എന്നുള്ള എറർ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടെ അമർത്തുക. എന്നിട്ട് നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് വരും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.